പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8. പ്രധാന വാർത്തകൾ. കുട്ടികളിലെ ചിത്രകലാ അഭിരുചി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബുറൈമി ടൗൺ സൗഹൃദവേദി ബുറൈമിയിലെ ഡേ ടു ഡേ വ്യാപാര കേന്ദ്രത്തിൽ വെച്ച് ചിത്രരചനാ മത്സരവും വനിതകൾക്കായി ഫൺ ഗെയിംസ് സംഘടിപ്പിച്ചു. വിവിധ പ്രായക്കാരായ കുട്ടികളുടെ തരംതിരിച്ചുള്ള മത്സരത്തിൽ കൊച്ചുകുട്ടികൾക്ക് കളറിങ്ങും മുതിർന്ന കുട്ടികൾക്ക് പെൻസിൽ ഡ്രോയിങ്ങും നടത്തി. 70ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വനിതകൾക്കായി നടത്തിയ ഫൺ ഗെയിംസ് ജനപങ്കാളിത്തം കൊണ്ടും വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധേയമായി. പ്രായവ്യത്യാസമില്ലാതെ വനിതകൾ പങ്കെടുത്ത ഫൺ ഗെയിംസ് ബുറൈമിയിലെ കുടുംബങ്ങൾക്ക് വേറിട്ട അനുഭവമായി. കുട്ടികളിൽ കാണുന്ന ചിത്രരചനാ ഭാവന നല്ല നിലവാരത്തിലുള്ളതാണെന്ന് വിധികർത്താവിൽ ഒരാളായ ബുറൈമി ഇന്ത്യൻ സ്കൂൾ ഡ്രോയിംഗ് അധ്യാപകൻ സെയ്ദ് എം ഹസൻ പറഞ്ഞു. ഒമാനിലെ പുതിയ ഖനന സാധ്യതകൾ തേടി മിനറൽസ് ഡെവലപ്മെന്റ് ഒമാൻ എയർബോൺ ജിയോ ഫിസിക്കൽ സർവേ നടത്തി. ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, വടക്കൻ ഷർക്കിയ, ദാഹിറ, ദാഖിലിയ ഗവർണറേറ്റുകളിലായി 7 മേഖലകളിലാണ് സമഗ്ര ഏരിയൽ ജിയോ ഫിസിക്കൽ സർവേ നടത്തിയത്. കാന്തിക, റേഡിയോമെട്രിക്, വൈദ്യുതകാന്തിക, ഗുരുത്വാകർഷണ അളവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് സർവേയിലൂടെ ശേഖരിച്ചത്. ഒമാനിലെ ഖനന സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇതുവഴി അധികൃതർ ലക്ഷ്യം വെക്കുന്നു. ഖരീഫ് കാലശേഷവും ധോഫാറിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. മർഹബ ധോഫാർ എന്ന പേരിൽ വരും ദിവസങ്ങളിൽ ധോഫാർ ഗവർണറേറ്റിൽ വിപുലമായ പരിപാടികളോടെ ക്യാമ്പയിൻ കൊണ്ടാടും. സൗദി അറേബ്യയുമായി സഹകരിച്ചാണ് മർഹബ ധോഫാർ അരങ്ങേറുക. സ്വകാര്യ മേഖലയെയും പങ്കാളികളാക്കും. കൂടുതൽ രാജ്യാന്തര സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യും. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഈ വർഷം 6 പുതിയ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കുന്നതായി ഒമാൻ എയർപോർട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെയ്ഖ് ഐമൻ ബിൻ അഹമ്മദ് അൽ ഹുസ്നി പറഞ്ഞു. 6 വിമാന കമ്പനികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ 4 എണ്ണം ഇതിനോടകം സർവീസുകൾ ആരംഭിച്ചു. 2 എണ്ണം അടുത്ത മാസങ്ങളിൽ സർവീസ് തുടങ്ങും. അതേസമയം യൂറോപ്പിൽ നിന്നുള്ള 2 വിമാനങ്ങൾ ഉൾപ്പെടെ 2023 പുതിയ 5 വിമാന കമ്പനികളാണ് ഒമാനിലേക്ക് സർവീസ് ആരംഭിച്ചത്. ഇതിനിടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒമാനിലെ വിമാനത്താവളങ്ങൾ ശ്രമം നടത്തി വരികയാണ്. ദേശീയ വിമാന കമ്പനിയുടെ പുതിയ സെക്ടറുകൾ ആരംഭിക്കുകയും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുകയും ഒമാനിലേക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കുകയും ചെയ്യുന്നത് പുരോഗമിക്കുകയാണെന്നും ഷെയ്ഖ് ഐമൻ ബിൻ അഹമ്മദ് അൽ ഹുസ്നി പറഞ്ഞു. മലയാളികളുടെ സ്വന്തം ആഘോഷമായ ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രവാസ ലോകത്ത് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയിൽ. ഓണത്തിൻ്റെ മുഖ്യ ആകർഷണം ഓണസദ്യ തന്നെയാണ്. പ്രവാസ ജീവിതത്തിൽ സദ്യ ഒരുക്കാൻ പറ്റാത്തവർക്ക് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ലുലു, നെസ്റ്റോ പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളും പോലുള്ള സ്ഥലങ്ങളാണ് ആശ്രയം. വ്യത്യസ്തമായ ഓണസദ്യ ഒരുക്കിക്കൊണ്ട് ഇവരൊക്കെ മുന്നിലുണ്ട്. മുൻകൂട്ടി ഓർഡർ എടുത്ത് ഓണസദ്യ പാഴ്സൽ നൽകുന്ന രീതിയാണ് നിലവിൽ. അതിനായുള്ള പോസ്റ്ററുകൾ സാമൂഹിക മാധ്യമങ്ങളിലും കടകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് പോസ്റ്ററുകൾ. ഓർഡർ ചെയ്യാനും അന്വേഷണങ്ങൾക്കുമുള്ള നമ്പറുകളും നൽകിയിട്ടുണ്ടാവും. 3 റിയാൽ മുതൽ മുകളിലേക്കാണ് സദ്യയുടെ വില. റൂവിയിലെ പ്രമുഖ റെസ്റ്റോറൻ്റായ അൽഫവാൻ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓണസദ്യ ഒരുക്കുന്നുണ്ടെന്ന് ഉടമ സിറാജ് പറയുന്നു. നിരവധി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. വലിയ ശ്രമകരമായ പാചകരീതിയാണ് സദ്യയുടേതെന്നും കേരള തനിമയോടെയുള്ള രുചിയോടെയുള്ള പാചകമാണ് അൽഫവാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും സിറാജ് പറയുന്നു. വീടിൻ്റെ പരിസരത്തും മട്ടുപ്പാവിലും പച്ചപ്പിൻ്റെ മലർവാടി തീർക്കാൻ ഒമാൻ കൃഷിക്കൂട്ടം കൂട്ടായ്മ ഈ വർഷവും വിത്ത് വിതരണം സംഘടിപ്പിച്ചു. 19ഓളം വിത്തുകൾ അടങ്ങിയ പാക്കറ്റും ചെടിത്തൈകളും കമ്പുകളും രജിസ്റ്റർ ചെയ്ത കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളും വിത്തുകൾ കൈവശമില്ലാത്തതിൻ്റെ പേരിൽ ഒമാനിൽ കൃഷി ചെയ്യാതിരിക്കരുത് എന്ന ആശയം ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 11 വർഷങ്ങളായി സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒമാൻ കൃഷിക്കൂട്ടം വിത്തുകൾ വിതരണം ചെയ്തു പോരുന്നു. ഒമാൻ കൃഷിക്കൂട്ടം അംഗം ജോർജ് മാത്യുവിന് വിത്ത് പാക്കറ്റ് നൽകിക്കൊണ്ട് അഡ്മിൻ സന്തോഷ് വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു.
ഹരിത സംഗമം വാട്സപ്പ് ഗ്രൂപ്പ് 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഒമാനിലും മറ്റു GCCയിലെയും കേരളത്തിലെ ഗായകരെയും ഒത്തിണക്കി മദ്ഹ് ഗാന മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ ആരംഭിക്കുന്ന മത്സരം വെള്ളിയാഴ്ച അവസാനിക്കും. വിജയികളിൽ 1, 2, 3 സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണമെന്നും അഡ്മിൻ പാനൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖരീഫ് കാലം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കുടുംബ സന്ദർശകർ ഒഴിഞ്ഞു തുടങ്ങിയതോടെ ധോഫാറിൽ ആളും ആരവങ്ങളും കുറയുന്നു. എന്നാൽ പ്രകൃതി ഇപ്പോഴും ഖരീഫ് വിസ്മയങ്ങൾ കാത്തുവച്ചതിനാൽ ആൾക്കൂട്ടങ്ങളില്ലാതെ ഖരീഫ് ആസ്വദിക്കാനെത്തുന്നവരുമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്കുകളും വഴികളിലെ ഗതാഗത കുരുക്കുകളും ഇല്ലാതെ വസന്തകാലത്തെ അനുഭവിക്കാൻ ഇപ്പോഴെത്തുന്ന സഞ്ചാരികൾക്ക് സാധിക്കും. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ സ്കൂൾ വേനൽ അവധിക്കാലം കഴിഞ്ഞതോടെയാണ് കുടുംബങ്ങളായെത്തിയ സഞ്ചാരികൾ ധോഫാറിൽ നിന്നും മടങ്ങിയത്. ആഴ്ചകളോളം സലാലയിൽ കഴിച്ചുകൂട്ടി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും മറ്റും സന്ദർശിച്ച് ഖരീഫ് ഫെസ്റ്റിവൽ പരിപാടികൾ ആസ്വദിച്ചാണ് ഇവരെല്ലാം മടങ്ങിയത്. കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുന്ന വേറിട്ട ഖരീഫ് അനുഭവങ്ങളാണ് ഇത്തവണ അധികൃതർ ഒരുക്കിയിരുന്നത്. 8 ലക്ഷത്തിൽ പരം സഞ്ചാരികൾ ഇതിനോടകം ധോഫാറിലെത്തിയെന്നാണ് കണക്കുകൾ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ 2ാം മത്സരത്തിന് ഒമാൻ ഒരുങ്ങുന്നു. ഈ മാസം 10-ന് ബൗഷർ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന പോരാട്ടത്തിൽ കരുത്തരായ ദക്ഷിണ കൊറിയയാണ് എതിരാളികൾ. കൊറിയൻ താരങ്ങൾ ഇന്നലെ മസ്കത്തിലെത്തി പരിശീലനം ആരംഭിച്ചു. ആദ്യ മത്സരത്തിൽ ഇറാഖിനെതിരെ തോൽവി വഴങ്ങിയ ഒമാനും ഫലസ്തീനെതിരെ സമനിലയിൽ കുരുങ്ങിയ ദക്ഷിണ കൊറിയയ്ക്കും അടുത്ത മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ലോക റാങ്കിങ്ങിൽ 23ാം സ്ഥാനക്കാരായ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഒമാന് മത്സരം എളുപ്പമാകില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ടോട്ടനം താരം കൂടിയായ സൺ ഹിങ് മീൻ നയിക്കുന്ന മുന്നേറ്റ നിരയും വിവിധ ലീഗുകളിൽ പന്തു തട്ടുന്ന മധ്യനിരയും പ്രതിരോധ നിരയും അടങ്ങുന്നതാണ് കൊറിയൻ സംഘം. ചൊവ്വാഴ്ചയിലെ മത്സരത്തിന് ശേഷം ഒക്ടോബറിലാണ് ഒമാന്റെ യോഗ്യതാ മത്സരങ്ങളുള്ളത്. ടൂർ ഓഫ് സലാല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. മത്സരങ്ങൾക്കായി ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സൈക്ലിംഗ് താരങ്ങൾ സലാലയിലെത്തിയിട്ടുണ്ട്. ആതിഥേയരായ ഒമാൻ ദേശീയ ടീമിന് പുറമെ ധോഫാർ നഗരസഭയുടെ താരങ്ങളും ടൂർ ഓഫ് സലാലയുടെ ഭാഗമാകും. UAE, ഖത്തർ, അൾജീരിയ, മലേഷ്യ, ബെൽജിയം, ജപ്പാൻ, നെതർലാൻഡ്, മംഗോളിയ ടീമുകളും യൂറോ സൈക്ലിംഗ് ട്രിപ്പ് കോണ്ടിനെന്റൽ ടീമും വിക്ടോറിയ സ്പോർട്സ് പ്രോ സൈക്ലിംഗ് കോണ്ടിനെന്റൽ ടീമും ഇത്തവണ മത്സരത്തിനുണ്ട്. 4 ഘട്ടങ്ങളിലായി അരങ്ങേറുന്ന മത്സരങ്ങൾ 11-ന് അവസാനിക്കും. ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ചാണ് ടൂർ ഓഫ് സലാല നടന്നുവരുന്നത്. ഖരീഫ് സഞ്ചാരികൾ കൂടി ഏറെ ആവേശം പകരുന്നതാകും സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. വഴിയരികിൽ നിന്നും ആളുകൾക്ക് മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ആൺകുട്ടികളുടെ അണ്ടർ 14, 17, 19 വിഭാഗങ്ങൾക്കായുള്ള CBSE ഒമാൻ ക്ലസ്റ്റർ ഫുട്ബോൾ ടൂർണമെന്റിന് മുലദ്ദ ഇന്ത്യൻ സ്കൂളിലെ പച്ചപ്പ് നിറഞ്ഞ ഗ്രൗണ്ടിൽ ആവേശകരമായ സമാപനം. ഒമാനിലെ 15 CBSE സ്കൂളുകളിൽ നിന്നുള്ള മികച്ച 35 ഫുട്ബോൾ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. മുലദ്ദ വിലായത്തിലെ മുസന്ന സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് സന്നിധരായവരെയും ടീമുകളെയും സ്വാഗതം ചെയ്തു. തുടർന്ന് സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് ഫായിസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ TH അർഷാദ്, ഡോക്ടർ അജീബ് പാലക്കൽ, ചെയർപേഴ്സൺ സ്പോർട്സ് ആൻഡ് സ്കോളസ്റ്റിക് കമ്മിറ്റി മുസ്തഫ N, ഇൻഫ്ര ചെയർപേഴ്സൺ SMC, മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം ആവേശകരമായ 20 മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ 2ാം ദിനം 12 മത്സരങ്ങൾ കൂടി നടന്നതോടെ സെമിഫൈനലും ഫൈനലും ഉൾപ്പെടെ ആകെ 32 മത്സരങ്ങൾ കാണികൾ വീക്ഷിച്ചു. എല്ലാ ടീമുകളും തങ്ങളുടെ കഴിവുകളും വിജയികളാകാനുള്ള നിശ്ചയദാർഢ്യവും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഓരോ മത്സരവും വാശിയേറിയതും കടുത്ത മത്സരം നിറഞ്ഞതുമായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.